ഹായ്, ഞാൻ രാജി. ഗാർഡനിങ്ങും പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടമായിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗാർഡനിലെ കുറച്ച് കാഴ്ചകളും ഗാർഡൻ ഐഡിയാസും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ ഫോക്സ് ടെയിൽ ഓർക്കിഡ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ഫ്ലവർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൊറേനിയ 2 കളർ വെറൈറ്റിയാണ് നമുക്കുള്ളത്. അതിലും മിക്കതും ഫ്ലവറായി വന്നിട്ടുണ്ട്. കുറച്ച് പൂക്കളെ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് മൊട്ടുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പൂക്കളാവാനായിട്ട് തലപ്പൂ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കാശിത്തുമ്പയാണ്. അപ്പോൾ കാശിത്തുമ്പയും ഇതുപോലെ ഒരു 3-4 ലീഫ് വന്നതിന് ശേഷം തലപ്പൂ ഭാഗം ഒന്ന് നുള്ളി കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാശിത്തുമ്പയൊക്കെ ഒരു മാസമൊക്കെ ആകുമ്പം തന്നെ ഫ്ലവറായി തുടങ്ങും. എന്നാൽ ഇത് നമ്മൾ ഫ്ലവർ ആകാൻ സമ്മതിക്കാതെ ഇതുപോലെ തലപ്പൊന്ന് നുള്ളി കൊടുക്കുമ്പോൾ പെട്ടെന്നെല്ലാം ബുഷിയായിട്ട് വളരും. രാവിലെ നമ്മളിങ്ങനെ ഗാർഡനിലൂടെയൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കാണാൻ സുഖമുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ ബട്ടർഫ്ലൈസൊക്കെ ഇതുപോലെ പൂക്കളിൽ വന്നിരുന്ന് തേൻ നുകരുന്ന ഈ ഒരു കാഴ്ച. എന്നും നിറയെ ബട്ടർഫ്ലൈസ് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ വരാറുണ്ട്. ഇത് നമ്മൾ 2-3 ആഴ്ച മുന്നേ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പനാമ റോസാണ്. അതിലും ഫ്ലവർ ആയിട്ടുണ്ട്. ഇതെല്ലാം നാടൻ റോസുകളാണ് കേട്ടോ. നാടൻ റോസുകളും മിക്കതിലും പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം പൂക്കൾ കഴിഞ്ഞതെല്ലാം ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തെങ്കിലേ വീണ്ടും നിറച്ച് പൂക്കളുണ്ടാകുകയുള്ളൂ. അതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഗീവ് അവേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് കയറി കാണുക. നിങ്ങൾ നല്ലൊരു കമൻ്റ് ഇട്ടിട്ട് ആ ഒരു കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ലീഫിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത സാൻസവേരിയ പ്ലാന്റാണിത്. അടുത്തതായിട്ട് ഒരു പേസ്റ്റ് ലില്ലി റീപോർട്ട് ചെയ്യാനുള്ള സമയം കഴിഞ്ഞ് ഒരുപാട് തൈകളായിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ചട്ടിയിൽ ഇത് പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും ചട്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിൻ്റെ തൈകൾ ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ പോട്ടുകളിലാക്കി നമുക്ക് വളർത്താവുന്നതാണ്. ഒരുപാട് തൈകളുണ്ട് ഇതിൽ. ഈ ഒരു മഴക്കാലത്ത് നമുക്ക് പുതിയ ചെടികളൊക്കെ റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ്. ചെറിയ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ ഒക്കെ ചെടികൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ചൈനീസ് ബോൾസം, കോളീസ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ റൂട്ടുകളൊക്കെ വന്ന് കിട്ടും. അതുപോലെ ചെടികളുടെ വിത്തുകളൊക്കെ മുളപ്പിക്കാനും പറ്റിയ സമയമാണ്. നമ്മളിങ്ങനെ വിത്തുകളൊക്കെ മുളപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ഓവറായിട്ടുള്ള മഴവെള്ളം തട്ടാത്ത രീതിയിൽ വെക്കുക. ഇതുപോലെ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലാണ് ഞാൻ ചെടികൾ വെച്ചേക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഇതുപോലെ സ്പാനിഷ് മോസുകൾ. ഇപ്പോൾ സ്പാനിഷ് മോസ് ഒരുപാടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഇപ്പോൾ ഏകദേശം നല്ല ബുഷിയായിട്ട് തന്നെ പ്ലാന്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോയ പ്ലാന്റുകളിൽ ഒരുപാട് പുതിയ ബഡുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ്, ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഹോയ. ഇത് നമ്മളിപ്പോൾ വാങ്ങിയ നെപ്പന്തസാണ് പിക്ചർ പ്ലാന്റ്. ചെടികൾ മാത്രമല്ല, നമ്മളെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളും ഇവിടെ നട്ടിട്ടുണ്ട്. മുളകുകളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കാണിക്കാത്തത് ചീരയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഈ ഒരു മഴക്കാലത്ത് തന്നെയാണ് നമ്മളെ കലേഡിയൻ ചെടികളും നല്ല ഭംഗിയായിട്ട് വളരുന്നത്. ഇത് ജിഞ്ചർ കലാത്തിയാണ്. കോസ്മോസും ഒരുപാട് പൂക്കളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പ്ലാന്റ് എന്തായാലും നശിച്ചു പോകാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സീഡ്സിലൂടെ നമുക്ക് പുതിയ തൈകളെ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ സീനിയയും മിക്ക പ്ലാന്റുകളും നശിച്ചു പോകാറായിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരുപാട് സീഡ്സുകളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.